കേരള പോലീസിന്റെ 1985 നിലമ്പൂർ ബാച്ച് സഹപ്രവർത്തകരും കുടുംബാംഗങ്ങളുമായി ഒത്തുചേർന്ന് ആലുവ ശാന്തിഗിരി ആശ്രമത്തിൽ 41ാം വാർഷികം ആഘോഷിച്ചു. ട്രെയിനിംഗ് ക്യാമ്പിലെ ഓർമ്മകളും ഔദ്യോഗിക ജീവിതത്തിലെ മറക്കാനാവാത്ത നിമിഷങ്ങളും പങ്കുവച്ച സംഗമം ശാന്തിഗിരി ആശ്രമം ഡയറക്ടർ ഫാദർ തോമസ് കെ മാത്യു ഉദ്ഘാടനം ചെയ്തു. മറക്കാനാവാത്ത ഔദ്യോഗിക ജീവിതത്തിലെ ഓർമ്മകൾ പങ്കുവച്ച് 1985 കേരള പോലീസിന്റെ നിലമ്പൂർ ബാച്ച് അംഗങ്ങൾ വീണ്ടും ഒത്തുചേർന്നു. ആലുവ ശാന്തിഗിരി ആശ്രമത്തിലായിരുന്നു നിലമ്പൂർ ബാച്ചിന്റെ 41ാം വാർഷിക സംഗമം സംഘടിപ്പിച്ചത്. ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിച്ച് വിശ്രമ ജീവിതം നയിക്കുന്ന സഹപ്രവർത്തകർ തങ്ങളുടെ ട്രെയിനിംഗ് കാലത്തെ വിശേഷങ്ങളും സർവീസ് കാലത്തെ അനുഭവങ്ങളും പങ്കുവയ്ക്കാൻ കുടുംബസമേതമാണ് എത്തിയത്. ശാന്തിഗിരി ആശ്രമം ഡയറക്ടർ ഫാദർ തോമസ് കെ മാത്യു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. 41 വർഷക്കാലമായി ഒരുമിച്ചുള്ള ആ സൗഹൃദം, ഒരുമിച്ച് പ്രവർത്തിച്ചത്, പിന്നീട് വീണ്ടും കുടുംബമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് യാത്രകൾ നടത്തിയതും, ഈ കുടുംബ സംഗമങ്ങൾ എല്ലാ വർഷവും നടത്തുന്നത് ഏറ്റവും അർത്ഥപൂർണമായിട്ടുള്ള ഒരു അനുഭവമാണ്. മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും ആവശ്യവും ഏറ്റവും അനുഗ്രഹവുമായി തീരുന്ന ഒരു ഘടകമാണ് കൂട്ടായ്മ എന്ന് പറയുന്നത്. കൂട്ടായ്മയില്ലാതെ നമുക്ക് ഒന്നും തന്നെ ഇല്ല. പോലീസുകാരുടെ സഹധർമ്മിണിമാർ കേരള സാരി അണിഞ്ഞ് താലപ്പൊലിയുമായി വിളക്ക് തെളിയിച്ചത് ചടങ്ങിന് നവ്യാനുഭൂതിയായി. പ്രസാദ് TN ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. വളരെ ഭംഗിയായിട്ട് നടത്താൻ കഴിഞ്ഞു. അപ്പോഴാണ് മനസ്സിലാകുന്നത് നമ്മളുടെ കുടുംബിനികൾ തമ്മിലാണ് ഇപ്പോൾ അന്നു മുതൽ ഒരു പക്ഷേ 3 പതിറ്റാണ്ട് ഒരുമിച്ച് ജോലി ചെയ്ത നമ്മളുടെ സുഹൃത്തുക്കളെക്കാൾ കൂടുതൽ സൗഹാർദ്ദവും സ്നേഹവും അവർ തമ്മിലാണ്. എറണാകുളം റൂറൽ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് ഡോക്ടർ ജോസ് KR മുഖ്യ പ്രഭാഷണം നടത്തി. കീർത്തികുമാർ AG ആമുഖ പ്രഭാഷണം നടത്തി. ഇത്രയും നാളത്തേക്ക് ഇത് കെട്ടിപ്പടുത്തി കൊണ്ടുവന്ന സാഹചര്യവും ഇപ്പോഴത്തെ സാഹചര്യവും വ്യത്യാസമുണ്ട്. ഇന്ന് ഒരു കൂട്ടായ്മ ഉണ്ടാക്കാൻ 10 മിനിറ്റ് മതി. വാട്സാപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റയൊക്കെ ഉള്ളപ്പോൾ അതിലൂടെ നമ്മൾ അനൗൺസ് ചെയ്താൽ ആളുകളെത്തും. ഇതൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ 25ാം വർഷം ഞങ്ങൾ ആഘോഷിച്ചാണ്. ഇത് ബക്കറിൻ്റെ കാറിലാണ് എറണാകുളം ജില്ല മുഴുവൻ കറങ്ങിയത്. ആ അനുഭവത്തിലാണ് ഞങ്ങളിത് ഇത്രയും വരെ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചത്. ഇന്നിത് 41ാം വർഷത്തിലെത്തിയിരിക്കുക. വിൻസെന്റ് TR തങ്ങളിൽ നിന്ന് വേർപെട്ടു പോയ സഹപ്രവർത്തകർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു. CB സുരേഷ് ബാബു, സലിം KS, VS മിനി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. നമ്മൾ എന്തെല്ലാം നമ്മുടെ നന്മ അവശേഷിച്ചിട്ടുണ്ടോ അതെല്ലാം ഇല്ലാതാക്കാൻ ശ്രമിച്ചെങ്കിലും നമ്മൾ നമ്മുടെ അമ്മയുടെ മുലപ്പാലിൻ്റെ ഒരു നന്മ നമ്മളിൽ അവശേഷിക്കുന്ന നമ്മളെ മൃഗങ്ങളാക്കാൻ ശ്രമിച്ചുവെങ്കിൽ നമ്മൾ മനുഷ്യരായി മാറി എന്നുള്ളതാണ്. കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ ആസ്വദിച്ച് ഒരു പകൽ മുഴുവൻ നീണ്ടുനിന്ന ഒത്തുചേരൽ മനോഹരമായ ഒരു ഓർമ്മയായി മാറി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. റോയൽ കൊച്ചി 15 വർഷമായി പള്ളുരുത്തിയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് എല്ലാ സർവീസുകൾക്കും 30 ഡേയ്സ് സർവീസ് വാറന്റി. സർവീസ് അടുത്തിരുന്ന് കാണാം. പഴയ ഫോൺ എക്സ്ചേഞ്ച് ചെയ്ത് തവണ വ്യവസ്ഥയിൽ പുതിയ മൊബൈൽ ഫോൺ സ്വന്തമാക്കാം. ഡോർ ഡെലിവറി സംവിധാനമുണ്ട്. റോയൽ കൊച്ചി.